ആരോഗ്യവകുപ്പിലെ സ്ഥിരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ കുറവ് സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളെ വലയ്ക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികാരോഗ്യം വിലയിരുത്തുന്നതിനും IQ ടെസ്റ്റിനുമൊക്കെയായി നിരന്തരം ഇവരുടെ ആവശ്യമുണ്ടെന്നിരിക്കെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൽ ആകെ 17 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ ഉള്ളൂ. ഇവരുടെ കുറവ് മൂലം കുട്ടികളുടെ പരിശോധന കൃത്യമായി നടക്കുന്നില്ല. IQ ടെസ്റ്റ് നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിലും സർക്കാർ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റുകൾക്ക് അധികാരമുള്ളൂ. ഇത്തരം സർട്ടിഫിക്കറ്റുകളെ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കും. സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ 2-3 മാസത്തിനിടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളിലാണ് കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഇപ്പോൾ ലഭിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെ ഈ ഡോക്ടർമാർ സൈക്കോളജിസ്റ്റുകളുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് വിടുകയാണ്. കൊല്ലം, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒരു സർക്കാർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോലുമില്ല. എല്ലാ ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും സ്ഥിരമായി സൈക്കോളജിസ്റ്റുകൾ ഇല്ലെന്നത് രക്ഷകർത്താക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ദിവസം 3 മുതൽ 5 വരെ കുട്ടികളെ പരിശോധിക്കാനേ സാധിക്കൂ. കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ക്ലാസുകളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും വേണം. അതിനാൽ പരിശോധനയ്ക്ക് ഏറെ സമയം വേണമെന്ന് സ്പെഷ്യൽ സ്കൂൾ അധികൃതർ പറയുന്നു. A ഗ്രേഡ് വിഭാഗത്തിലുള്ള സ്പെഷ്യൽ സ്കൂളിൽ മാത്രമേ സ്ഥിരമായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉള്ളൂ.